നമ്മൾ നടക്കാൻ പോവാണ്. എവിടെയാണ് നടക്കുന്നത്? നമ്മളുടെ റൂമിന്റെ സൈഡിലായിട്ട് നിറയെ പൂക്കളും ചെടിയൊക്കെ ഉണ്ട്. അവിടെയാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. പൂക്കളാണോ? ആമി ഇതുവരെ വന്നിട്ടില്ലല്ലോ. അഗ്യാതൊന്നല്ല വന്നിട്ടുണ്ടായിരുന്നു. ഡാൻസ് പഠിക്കാൻ പോകും. അതെ, ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് മാട്ടുപ്പെട്ടി ഡാമിലൊക്കെ കാണാൻ പോവാണ്. കുറച്ച് വീഡിയോസൊക്കെ പിടിച്ചു, ഡാൻസൊക്കെ പിടിച്ചു. നമ്മൾ കാറിലേക്ക് പോവാണ്. നമ്മളെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങി. ഇപ്പൊ റൂം ചെക്ക് ചെയ്യാൻ പോവാണ്. റൂമിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? ലിസ്റ്റിലാണ്. Back to car. ഞങ്ങൾക്കൊക്കെ ഫുഡ് കിട്ടി. ഞങ്ങളൊക്കെ ഇഡലി ഓർഡർ ചെയ്ത്. ആമി വേദു മാത്രം പൂരി. വേദതേ ഇഡലി നല്ല ഇഡലിയാണ്. അങ്ങനെ വേദുവിന് എനിക്ക് അറ്റ് ലാസ്റ്റ് ഫുഡ് കിട്ടി. ആമിക്ക് ഇവിടെ കറി വേണ്ടായിട്ട് ആമി പൂരിയും അച്ചാറും കൂട്ടി കഴിക്കുന്നു. കാണുന്നത് റിപ്പിൾ ടീ ആണ്. നമ്മൾ ഇന്നത്തെ ഡേയുടെ ഫസ്റ്റ് പ്ലേസ് ആണിത്. ഇവിടെ കുറേ ടീയുടെ കുറേ ചായപ്പൊടി അങ്ങനത്തെ കുറേ സാധനങ്ങൾ കിട്ടും. ഫ്രഷ് ആയിട്ട് കിട്ടും. പിന്നെ സ്ട്രോബെറി പ്രിസർവ് കിട്ടും. അതാണ് അടിപൊളി. അപ്പം അങ്ങോട്ട് വാ. അങ്ങനെ ഞങ്ങൾ മാട്ടുപ്പെട്ടി ഡാമിൽ അങ്ങനെ നമ്മൾ മടുപ്പെട്ടി ഡാമെത്തി. മടുപ്പെട്ടിയാണോ മാട്ടുപ്പെട്ടിയാണോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ട്. ഇവിടെ എല്ലാവരും തൊപ്പിയൊക്കെ വെച്ച് റെഡിയുണ്ട്. നല്ല വെയിലുണ്ട്. തൊപ്പിയൊക്കെ വെച്ച് റെഡിയുണ്ട്. ആമി തൊപ്പിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. തൊപ്പി കിട്ടിയില്ലേ ആമിക്ക്? തൊപ്പി കിട്ടിയില്ലേ? തൊപ്പിക്കാരികൾ 2 തൊപ്പിക്കാരികൾ നടന്നു പോകുന്നുണ്ടോ? ആർദ്ര കുതിരപ്പുറത്ത് കയറുന്നേ. കണ്ണാണില്ല അവരുണ്ട്. Successfully completed. ഹലോ ഗൈസ്, നമ്മളിപ്പോ ഡെയിലി നുള്ളുന്ന പോലെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മേക്കപ്പ് ചെയ്യാൻ പോവുകയാണ്. എല്ലാരും വന്നിട്ടെടുക്കാനോ? അങ്ങനെ ഞാൻ കുതിരയെ കയറി. പിന്നെ ഞങ്ങൾ മറ്റേ തേയില നുള്ളുന്ന പോലെ ഫോട്ടോ എടുത്തു. അഡ്വഞ്ചർ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കുതിരയെ കയറുമ്പോൾ. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഫോട്ടോയ്ക്ക് വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് കുതിരയെ കയറിയത്. പിന്നെ സ്പീഡ് ബോട്ട് ഉണ്ടായിരുന്നു. അതിൽ പോയില്ല. വെയിലാണ്. ഭയങ്കര വെയിലാണ്. അപ്പൊ നമ്മൾ ചോക്ലേറ്റ് വാങ്ങാൻ നിർത്തിയിരിക്കുകയാണ്.
ഞങ്ങൾ അങ്ങനെ നെക്സ്റ്റ് ലൊക്കേഷൻ കുണ്ടല ഡാം ഇട്ടിട്ട് പോകുന്ന വഴിക്ക് റോഡിൻ്റെ സൈഡിൽ കുറേ ആൾക്കൂട്ടം. എന്താന്ന് നോക്കുമ്പോൾ റോഡിൻ്റെ സൈഡിൽ നിറയെ ആനയും ആനക്കുട്ടികളൊക്കെ നിൽക്കുന്ന കണ്ടു. നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇക്കോ പോയിൻ്റ് ആണ്. കുണ്ടല ഡാമിലേക്ക് പോണ വഴിക്ക് നമുക്ക് റോഡിൻ്റെ സൈഡിൽ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു ഡാൻസ് വീഡിയോ ഒക്കെ പിടിച്ചിട്ട് പിന്നെ കുണ്ടല ഡാമിലേക്ക് പോയി. നമ്മളിപ്പോൾ കുണ്ടല ഡാമിലെത്തി അല്ലേ? തൊപ്പിയെടുക്കൂ, വെയിലായിരിക്കും. കുണ്ടല ഡാം വാവ്. ഈ കുണ്ടല ഡാം ഇങ്ങനെ നടന്നു വരുമ്പോ നിറയെ കടകളുണ്ട്. നിറയെ കടകളും നിറയെ കുരങ്ങന്മാരും കടകളുടെ മുകളിൽ. അത് കാരണം ഫോണൊക്കെ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് പിടിക്കണം. കുരങ്ങനെ എടുത്തോണ്ട് പോയല്ലോ. നിറയെ കടകൾ, കുറേ വെറൈറ്റി സാധനത്തിൻ്റെ തൊപ്പി, ഫുഡ് ഐറ്റംസ്, പിന്നെ കളിപ്പാട്ടം, കൂളിംഗ് ഗ്ലാസ്, അങ്ങനെ കുറേ. കുതിര സവാരി. അങ്ങനെ കുണ്ടല ഡാമും കഴിഞ്ഞു. കുറേ കടകളും കുറച്ച് ഡാമുമാണ് കണ്ടത്. നമ്മൾ കരിക്ക് പിടിക്കാൻ പോവാം. ഞങ്ങൾ കഴിച്ചു. എല്ലാം ഭയങ്കര പെട്ടെന്നായിരുന്നു. ഇവിടെ ഭയങ്കര ബ്ലോക്ക്, നല്ല ബ്ലോക്ക്. പിന്നെ ഞങ്ങളിപ്പോൾ കഴിക്കുന്ന അവിടെ നിന്ന് ക്രോസ് ചെയ്തിട്ട് വന്നിട്ട് പൊട്ടറ്റോ കണ്ട പോലെ തോന്നി ഒരു കടയിൽ. അപ്പോൾ ഞങ്ങളത് വാങ്ങാൻ പോയി. വേദും അമ്മയും ഞാനും. സപ്പോട്ട. പിന്നെ ഞങ്ങൾ പാഷൻ ഫ്രൂട്ടും മരത്തക്കാളിയും വാങ്ങാൻ വിചാരിച്ചു. സപ്പോർട്ട് ആയിരുന്നത്. വട്ടവട ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഭയങ്കര അടിപൊളി സ്ഥലമാണ്. നല്ല കാമായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ വണ്ടി നിർത്താൻ പാടില്ല. അടുത്ത ചെക്ക് പോസ്റ്റ് എത്തുന്നവരെ വണ്ടി നിർത്താൻ പാടില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ കണ്ണിമ വെട്ടാതെ നോക്കിയിരിക്കുക. ആരെങ്കിലും ഒക്കെ കാണുമോ, ഏതെങ്കിലും മൃഗങ്ങളെ കാണുമോ എന്നൊക്കെ പറഞ്ഞു. ഏതൊരു മൃഗത്തിനെ കണ്ടുപോയി. ഞങ്ങൾ പെട്ടെന്ന് ഒരു യെല്ലോ ബ്രൗൺ കളറിലൊരു സാധനം ക്യാമറയിൽ വന്നിട്ടുണ്ടാവും കാറിന്റെ. നോക്കണം. പാമ്പാടും ഷോല നാഷണൽ പാർക്കിന്റെ റോഡിൽ കൂടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ഭയങ്കര അടിപൊളി വൈബ് റോഡ്. കരിങ്കുരങ്ങ് വട്ടയിലേക്ക് പോവാണ്. അതെ, ഞങ്ങളുടെ ഒന്നിച്ച് രണ്ടോമൽ പൈങ്കിളികൾ പുഷ്പയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ്. പുഷ്പ ഭയങ്കര കുലുക്കാണ് ഗൈസ്. ഇഗ്നോർ ദാറ്റ്. ജോജോയുടെ നായാട്ട് സിനിമയുടെ ഷൂട്ടിംഗ് പ്ലേസ് ആണ്. വ്യൂ പോയിന്റ്. ഫസ്റ്റ് പ്ലേസ് ഇതാണ്. ഫസ്റ്റ് പ്ലേസ് അല്ല, തേർഡ് പ്ലേസ് ആണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്ലേസിൽ പുറത്തുനിന്ന് കാണാനേ പറ്റുള്ളൂ.
നമ്മളിപ്പോൾ സ്ട്രോബെറി ഫാമിലേക്കാണ് പോകുന്നത്. മഴയൊന്നും പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. മഴ പെയ്താൽ വൻ സീനായിരിക്കും. സ്ട്രോബെറി ഫാമിലേക്ക് പോകാൻ നല്ല തണുപ്പുണ്ട്. സ്ട്രോബെറി ശരിക്കും ഇത്രയും തണുപ്പത്ത് വേണം കൃഷി ചെയ്യാൻ. സ്ട്രോബെറി ജാം തീർന്നു പോയിരുന്നു. ഇപ്പോൾ കുറച്ച് പേര് വാങ്ങിയിട്ട് പോയതേ ഉള്ളൂ. അപ്പോൾ സ്ട്രോബെറി ജാം തീർന്നു. ഫ്രഷ് സ്ട്രോബെറി നല്ല ഫ്ലേവർ. വലിയ സ്ട്രോബെറി നല്ല കളർ ശരിക്കും പടത്തി കാണാൻ പോലത്തെ സ്ട്രോബെറി. കഴിച്ചോ? വലിയ സ്ട്രോബെറി. സ്ട്രോബെറി ഷോർട്ട് കേക്ക് ഉണ്ട്. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണിത്. നല്ല രസമുണ്ട്. പിന്നെ ഇവിടുത്തെ സ്ട്രോബെറി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ്. അടിപൊളി ടേസ്റ്റ് നല്ല ടേസ്റ്റ്. അതെ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല വലിയ ജ്യൂസി ആയിട്ട് നല്ല വലിയ സ്ട്രോബെറി. വേറെ കടയിൽ നിന്നൊന്നും. അതെ, വലിയ സ്ട്രോബെറിയാണ്. പിന്നെന്താ, വേറെ കടയിൽ നിന്നും വാങ്ങിയ ഇത്രയും ടേസ്റ്റ് വരുന്നുണ്ടായിരുന്നില്ല. ഗുഡ് പ്രൈസ്. ഇവിടെ വന്നില്ലെങ്കിൽ നഷ്ടമായി. വാട്ടർഫാൾസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വരി വരിയായിട്ട് പോവാണ്. ഒട്ടകങ്ങൾ വരി 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 എല്ലാവരും. ഞങ്ങളിവിടെ വരി വരിയായിട്ട് ഒരു ചെറിയ വഴിയേ ഉള്ളൂ. അപ്പം നമ്മളിപ്പോൾ വാട്ടർഫാൾസിലാണ് പോകുന്നത്. വാട്ടർഫാൾസ് ഇങ്ങനെ ഇടവഴി കൂടെ പോയി ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് ചെരിഞ്ഞാൽ ഇവിടെ നല്ല കുഴിയാ. മഴ പെയ്ത കാരണം വാട്ടർഫാൾസ് എന്ന് പറഞ്ഞിട്ട് ചെറിയ വെള്ളമാണ് വരുന്നത്. മഴ പെയ്തിട്ട് ചെളി വൻ ഫ്ലോപ്പായിരുന്നു. അല്ലെങ്കിൽ മഴയും പെയ്തു, അതിൻ്റെ ഇടയിൽ കൂടെ ചെളി വെള്ളം. വാട്ടർഫാൾസ് പോയി കഴിഞ്ഞ് വന്ന് തീറ്റയായി. എല്ലാവർക്കും നല്ല വിശപ്പ്. ലാസ്റ്റ് പ്ലേസ് ആണ് നമ്മുടെ ഹണി മ്യൂസിയം. വട്ടവട ഹണി മ്യൂസിയം. ബീസ് ഉണ്ടാവും. ആൻഡ് ഇമ്പോർട്ടന്റ് ക്യൂൻബി ഉണ്ടാവും. ഈ ക്യൂൻബിക്ക് മറ്റു 2 ബീസിനെ അപേക്ഷിച്ച് വലിപ്പം കുറച്ച് കൂടുതലായിരിക്കും. നമുക്ക് തേൻ ഉണ്ടാക്കുന്ന പ്രോസസ്സും എങ്ങനെയാണ് തേനീച്ച കൂട് കൂട്ടുന്നത്, അങ്ങനെ എല്ലാ കുറേ കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. വീഡിയോ എടുക്കാൻ പാടില്ല അവിടെ. അത് കാരണം ഞങ്ങളിപ്പോൾ ഷോപ്പിലാണ്, തേൻ വാങ്ങാനുള്ള ഷോപ്പ്. അങ്ങനെ നമ്മുടെ എല്ലാ സ്ഥലവും കണ്ടു കഴിഞ്ഞു. വട്ടവട ഇപ്പോൾ ജീപ്പ് യാത്ര 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ കാറിൽ കയറുന്ന സ്ഥലത്തും. And our trip comes to an end. അങ്ങനെ നമ്മുടെ ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ഇനിയിപ്പം ഇവര് ആലപ്പുഴയിൽ പോവും, ഞങ്ങൾ ഒറ്റപ്പാലത്തേക്ക് പോവും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ്. ബൈ.